ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മന്ന കിച്ചൺ. ഇന്ന് നമ്മൾ നോക്കുന്നത് ചോക്ലേറ്റ് എങ്ങനെയാണ് മെൽറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. കുറേ പേരുടെ പ്രശ്നമാണ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് വരുന്നില്ല, അല്ലെങ്കിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്ന സമയത്ത് അത് കട്ടയായി പോവുകയാണ്, പിരിഞ്ഞ പോലെ ഇരിക്കുവാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ വളരെ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് നല്ല ഗ്ലേസിങ്ങോട് കൂടിയിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കാനായിട്ട് പറ്റും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മന്ന കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും കൂടി നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ ഇതുപോലത്തെ ചോക്ലേറ്റ് കോമ്പൗണ്ടാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ നിന്നും ഒരു 200 ഗ്രാമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ മെൽറ്റ് ചെയ്ത് കാണിക്കുന്നത്. നമ്മളെടുക്കുന്ന ചോക്ലേറ്റ് ഏതായാലും, അതിപ്പോൾ വൈറ്റ് കോമ്പൗണ്ട് ആയാലും ഡാർക്ക് കോമ്പൗണ്ട് ആയാലും എല്ലാം റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ ശ്രദ്ധിക്കണം. റൂം ടെമ്പറേച്ചറിലാണെങ്കിൽ മാത്രമേ നമുക്ക് ചോക്ലേറ്റ് കറക്റ്റായിട്ട് മെൽറ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇതിൽ നിന്നും ഇനി നമുക്ക് ഒന്ന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ എടുക്കുമ്പോൾ എപ്പോഴും ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുന്നതാണ് മെൽറ്റ് ചെയ്യാനായിട്ട് കൂടുതൽ എളുപ്പം. അപ്പോൾ ഞാൻ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ എടുക്കുന്ന ബൗൾ എപ്പോഴും നല്ല ഡ്രൈ ആയിരിക്കണം. വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് മെൽറ്റായിട്ട് കിട്ടത്തില്ല. അതുപോലെ നമ്മൾ ഈ ഒരു ചോക്ലേറ്റ് മിക്സ് ചെയ്യാൻ എടുക്കുന്ന സ്പാച്ചുല ആയാലും സ്പൂൺ ആയാലും അതും നല്ല ഡ്രൈ ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു സോസ് പാനിൽ കുറച്ച് വെള്ളം ഒന്ന് വെച്ചിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് ചോക്ലേറ്റ് എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ബൗൾ ഈ ഒരു പാത്രത്തിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. എപ്പോഴും ശ്രദ്ധിക്കണം, കുറച്ച് വെള്ളം മാത്രം തിളപ്പിച്ചാൽ മതി. ഈ നമ്മൾ വെക്കുന്ന ബൗൾ ഒരിക്കലും ആ വെള്ളത്തിൽ മുട്ടാനായിട്ട് പാടില്ല. അങ്ങനെ മുട്ടിക്കഴിഞ്ഞാൽ ചോക്ലേറ്റ് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആവാതെ കട്ടയായി പോകും. പിന്നെ നമ്മളൊരു ബൗൾ വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എപ്പോഴും എല്ലാവരുടെ ഒരു പ്രശ്നമാണ് ഹൈ ഫ്ലെയിമിലിട്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്നത്. ഹൈ ഫ്ലെയിമിലിട്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്താൽ ഒരിക്കലും അത് മെൽറ്റായി കിട്ടത്തില്ല. എപ്പോഴും കട്ടയായി അതുപോലെ പിരിഞ്ഞതുപോലെയൊക്കെയാണ് വരുന്നത്. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം എപ്പോഴും ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഈ ഒരു ബൗൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ തന്നെ ആ ചോക്ലേറ്റ് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ പാത്രം വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്യാൻ ഓർത്ത് നിൽക്കരുത്. നമ്മൾ പാത്രം വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് ഏകദേശം ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇത്രയും മെൽറ്റായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ ഒരു വെള്ളത്തിന് മുകളിൽ നിന്ന് ബൗൾ എടുത്ത് മാറ്റാം. ബാക്കിയുള്ള ചോക്ലേറ്റ് ബൗളിൻ്റെ ചൂട് കൊണ്ട് മെൽറ്റായിക്കോളും. ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റാകുന്നത് വരെ നമ്മൾ കൈ വിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് മുഴുവനും ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു ചോക്ലേറ്റ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ കേക്കിൽ ഒഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ചെറു ചൂടോടുകൂടി വേണം ഒഴിക്കാനായിട്ട്. ചെറു ചൂടെന്ന് പറയുമ്പോൾ നമ്മൾ കൈകൊണ്ട് തൊട്ട് നോക്കുന്ന സമയത്ത് ചൂടുണ്ടാവാനും പാടില്ല, എന്നാൽ ശരിക്കും തണുത്തു പോകാനും പാടില്ല. ആ ഒരു ചെറു ചൂടോടുകൂടിയാണ് ഉപയോഗിക്കേണ്ടത്. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് ഇവിടെ നന്നായിട്ട് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ 2-3 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ചോക്ലേറ്റ് എപ്പോഴും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. അതുപോലെ എടുക്കുന്ന ബൗള്, സ്പാച്ചുല, സ്പൂണൊക്കെ നല്ല ഡ്രൈ ആയിരിക്കണം. പിന്നെ നമ്മൾ ചോക്ലേറ്റിൻ്റെ ബൗള് വെള്ളത്തിന് മുകളിലേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കാനായിട്ട് പറ്റും. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് വേറൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.